Hi dears, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ചപ്പാത്തിക്ക് പകരമൊക്കെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ ചപ്പാത്തിയിലേക്ക് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമുക്ക് കറിയുടെ ആവശ്യമില്ല കഴിക്കാനായിട്ട്. കറി ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആട്ടപ്പൊടിയും അതുപോലെ നേന്ത്രപ്പഴവുമാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം അതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് അടിച്ച് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ പൊടി നനക്കുന്നത് പോലെ തന്നെ കുറച്ച് നനഞ്ഞ രൂപത്തിൽ കിട്ടണം കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പകുതി നേന്ത്രപ്പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള നേന്ത്രപ്പഴം അധികം വണ്ണമില്ലാത്ത പഴമാണ് കേട്ടോ. കുറച്ച് വണ്ണമുള്ള പഴമൊക്കെ ആണെങ്കിൽ 1/2 കപ്പിലേക്ക് 1/2 നേന്ത്രപ്പഴം തന്നെയൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കതൊരു നനഞ്ഞ രൂപത്തിൽ കിട്ടണം പൊടി. ഇപ്പോൾ ഇതാ നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ച പോലെ തന്നെ ഒരു നനഞ്ഞ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതാ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നനഞ്ഞ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇതുപോലൊരു ചിരട്ട പുട്ട് മേക്കറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൻ്റെ മേലെ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആദ്യം ചില്ലിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ അടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ പുട്ടിൽ ചേർക്കുന്നതിനേക്കാളും കൂടുതൽ തേങ്ങ അതിൽ ചേർക്കണം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. കാരണം നമ്മളത് കറിയൊന്നും ഇല്ലാതെ കഴിക്കില്ലേ. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ തേങ്ങ വേണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ നേന്ത്രപ്പഴവും ആട്ടപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് ആവിയേറ്റി എടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിൻ്റെ മുകളിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആവി കയറും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? ഇതിലേക്ക് ആവി കയറുന്ന ആ ഒരു സൗണ്ടാണിത്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇതിപ്പോൾ 2 പീസ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. 1/2 കപ്പ് മാവ് വെച്ചിട്ട് നമുക്ക് 2 പീസാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇതിലാവുമ്പോൾ. അല്ലാതെ നമുക്ക് പുട്ടുകുറ്റിയിൽ ഇതുപോലെ തന്നെ കുറച്ച് കൂടുതലായിട്ട് തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറിയതിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോട് കൂടി തന്നെ നമുക്കിത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്